ഹലോ നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. ഇതെൻ്റെ മല്ലിക മാവാണ്. എൻ്റെ ഗാർഡനിൽ ഞാൻ സാമ്പിൾ വെച്ചൊരു പ്ലാന്റ് ഒരു 5-6 മാങ്ങ ഉണ്ടായതാണ്. അത് വീഡിയോ എടുക്കാൻ മറന്ന് ഒന്ന് വീണ് വേറെ കസ്റ്റമർക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ തൽക്കാലം ഇനി 2 മാങ്ങയും കൂടെ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇപ്പം. കാരണം കിട്ടിയ മാങ്ങ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് മുറിച്ച് കാണിച്ചു തരാം. മാവ് പായത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഏറ്റവും സെൻറ്ററിൽ നിന്നാണ് ഇപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അണ്ടി അതിൻ്റെ സീഡ് വളരെ ചെറിയ, എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ഞാനായിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മല്ലിക മാവ് അറിയാത്തവർ വളരെ അപൂർവമായിരിക്കും. ഒരു മധുരത്തിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ് ഇതിൻ്റെ ഫ്രൂട്ടിങ് നമുക്ക് ഉണ്ടാകുന്നത്. മറ്റുള്ള മാവുകളൊക്കെ ഒരു 3 വർഷം 4 വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ ഇതൊരു 5-6 വർഷമൊക്കെ വരും ഇത് കായ്ക്കാൻ. ഇതിൻ്റെ കണ്ടില്ല, എൻ്റെ കളർ കണ്ടില്ല. അപ്പോൾ മല്ലിക മാവ് കഴിക്കാത്തവർ കേരളത്തിൽ അപൂർവമായിരിക്കും. വളരെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാവരുടെ വീട്ടിലും ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടായിക്കോണമെന്നില്ല. ഇപ്പോൾ ഇങ്ങനെ വെച്ച് വരുന്നേ ഉള്ളൂ. ഇത് 2 മല്ലിക ഉള്ളത്. ഒന്ന് ആന്ധ്ര മല്ലികയുണ്ട്, നമ്മളെ ഒന്ന് മൈസൂർ മല്ലികയുണ്ട്. ആന്ധ്ര മല്ലിക ഇത് കുറച്ച് വീതിയിലും വലുപ്പത്തിലൊക്കെ വരും. മൈസൂർ മല്ലിക കുറച്ച് ഒരു നീണ്ടിട്ട് മെലിഞ്ഞിട്ടാണ് വരിക. രണ്ടും ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കിവിടെ കൂടുതൽ കായ്ഫലം കിട്ടുന്നത് ആന്ധ്ര മല്ലികയാണ്. അപ്പോൾ വെക്കുമ്പോൾ തൈ വെക്കാൻ ശ്രദ്ധിക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ആന്ധ്രൻ്റെ തൈകൾ വെക്കാൻ നോക്കുക. മൈസൂർ മല്ലിക കുറച്ച് ലേറ്റായിട്ടാണ് കായ്ക്കുന്നത്. മല്ലികൻ്റെ ടേസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് മൂത്ത് പഴുത്ത് മാങ്ങായതുകൊണ്ട് കേരളക്കാർക്ക് നല്ല സുപരിതമായ ഒരു മാങ്ങയാണ് ഇപ്പോൾ മല്ലിക. 3-4-5 വർഷം മുന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ അധികം ആർക്കും അറിയില്ലായിരുന്നു. ഒട്ടുമിക്ക വീടുകളിലും നമ്മളിത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, പഴുപ്പ് ഓവറായി കഴിഞ്ഞാൽ ഒരു ഗ്യാസുമായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഇത് നമ്മൾ ഒരു മീഡിയം പഴുപ്പിൽ കഴിക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടും. കുറച്ച് ഓവർ പഴുപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഗ്യാസ്, എൻ്റെ കളറ്, എൻ്റെ സ്കിന്ന് പെട്ടെന്ന് റിമൂവ് ആവും. ഒരു രക്ഷയില്ലാത്തൊരു മാങ്ങ തന്നെയാണ്. മാങ്ങ ഒരുപാടുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ഇന്ത്യൻ മാങ്ങയിൽ നമുക്ക് ടോപ്പ് 5-ൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മാങ്ങയാണ്. എന്തായാലും നിങ്ങൾ ഒരു 5 മാങ്ങ വെക്കുന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ ഇത് മല്ലിക വെക്കുക. തീർച്ചയായിട്ടും കുറച്ച് വലിയ പ്ലാന്റ് വാങ്ങി വെക്കുക. അപ്പോൾ ഞാൻ ചെറിയ പ്ലാന്റുകൾ തീരെ കൊടുക്കാറില്ല. ഏകദേശം ഒരു 3 വർഷം 4 വർഷമായ പ്ലാന്റുകളാണ് ഞാൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും വാങ്ങുകയാണെങ്കിൽ മാക്സിമം ഒരു 4 വർഷക്കായ പ്ലാന്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം താമസിക്കാം. നല്ല മഴയാണ്, എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 4. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം pH ലെവലാണ്. നമ്മൾ മാക്സിമം ഒരു 7ൻ്റെ മുകളിലേക്ക് 8ഒക്കെ pH കുമ്മായിട്ടിട്ട് ആക്കി കൊടുക്കുക. നന്നായിട്ട് വളപ്രയോഗം ചെയ്താൽ. പിന്നെ ഡ്രമ്മിൽ വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ കായ്ഫലം കിട്ടുന്നത് താഴെ വെച്ചാലാണ്. അപ്പം കൂടുതൽ മല്ലികയുടെ വിശേഷങ്ങളൊക്കെ പിന്നീട് ഒരു വലിയ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത്. ബായ്. അബ്ദുറസാഖ് തിരൂർ.